ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു കരുതുന്നു. നാട്ടിലൊക്കെ നല്ല മഴയാണല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ഗാനം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ഗാനം തന്നെ. തമ്പനയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ഗാനം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗാനമൊക്കെ ആവശ്യപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടും ഇനി ആവശ്യപ്പെടാതെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഗാനങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ നമ്മൾ പാട്ടുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽ, കുറച്ച് പ്രാക്ടിക്കൽ ക്ലാസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സന്തോഷത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കണം. അപ്പോൾ സി ഷാർപ്പിലാണ് ഇന്നത്തെ പാട്ട് നമ്മൾ ശ്രുതി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് തന്നെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. പാട്ട് നല്ല ആഗ്രഹത്തോടു കൂടി തന്നെ പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ശ്രുതി സി ഷാർപ്പിലാട്ടോ എടുത്തിരിക്കുന്നത്. സി ഷാർപ്പ് എന്ന് പറയുമ്പോൾ 1.5 കട്ടയിൽ. ഇത് കൂടെ എവിടെയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കൂടെ എവിടെ എന്ന ചിത്രത്തിൽ ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ ONV കുറുപ്പ് സാറിൻ്റെ വരികൾക്ക് ജാനകിയമ്മ പാടിയ വളരെ മനോഹരം, ആ സമയത്ത് മാത്രമല്ല ഇപ്പോഴും ഏത് വേദികളിലും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുകളിലൊന്നാണ് ഈ ഒരു ഗാനം. അപ്പോൾ നമുക്കത് തന്നെ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ആടിവാ കാറ്റി ആടിവാ, അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു ചെറുതായിട്ടുണ്ട്. നമ്മൾ പാടുമ്പോൾ ആടിവാ കാറ്റി അങ്ങനെ തോന്നുള്ളൂ അല്ലേ, പക്ഷെ അവിടെ ചെറിയ ഒരു ഇതുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആടിവാ കാറ്റി ആടിവാ ആടിവാ കാറ്റി. അതേപോലെ തന്നെ പാടി വാ കാറ്റി പാടി വാ കാറ്റി പാടി വാ കാറ്റി. 1000 പൂക്കൾ നുള്ളിവാ 1000 പൂക്കൾ നുള്ളിവാ നുള്ളിവാ. അതാണ് ആദ്യത്തെ 3 വരി കേട്ടോ. അതേ പകർപ്പ് തന്നെ അടുത്ത 3 വരി, പക്ഷെ വരികളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ സംഗതിയൊക്കെ അത് തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ പാടിയ ആടി വാ കാറ്റി വാ കാറ്റി പാടി വാ കാറ്റി 1000 പൂക്കൾ 1000 പൂക്കൾ നുള്ളിവാ. അതേപോലെ തന്നെ അടുത്തത് അന്തിപ്പൂമാനം പൂമാനം. കണ്ടോ, ഇവിടെ ചെറിയൊരു ഇതാട്ടോ, അത് ശ്രദ്ധിച്ച് കേൾക്കണേ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും. അതേപോലെ തന്നെ അന്തിപ്പൂമാനം ഇങ്ങനത്തെ പൂമാനത്തിൻ്റെ അവിടെ എങ്ങനെ നമ്മൾ, അതേപോലെ ഊഞ്ഞാലാട്ടിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ നുള്ളിവാ. ഇനി അടുത്തേക്ക് വരാം. കാണാത്തിരുമുറിവുകളിൽ നോർമലായിട്ട് തിരുമുറിവുകളിൽ തൂകും. അപ്പോൾ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരാമൃതായി താഴേക്ക്. തിരുമുറിവുകളിൽ തൂകും കുളിരാമൃതായി. അപ്പോൾ ആദ്യമേ തുടങ്ങി ഒന്നും കൂടി ഞാൻ പാടിത്തരാം. ആടിവാ കാറ്റി പാടി വാ കണ്ട അവിടെ അങ്ങനെ ഒരു ഇതല്ലേ. വാ കാറ്റി 1000 പൂക്കൾ നുള്ളിവാ. അടുത്തത് അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. പിന്നെ വരുന്നത് കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തൂകും മുളക് കുളിരമൃതായി. തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി. എൻ കരളിൽ നിറയും കളരവമായി കരളിൽ നിറയും കയറി പോവാണ് നമ്മൾ. കരളിൽ നിറയും
അപ്പോൾ ഒന്നും കൂടി അത് പറയും. കരളിൽ നിറയും, നമ്മൾ സ്റ്റെപ്പ് കയറുന്ന പോലെ പാടി പാടി പോട്ടോ. കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാ ലാ ലാ. ഇതാണ് നമ്മുടെ, പിന്നെയും ആടി വാക്കാറ്റെ പാടും, അതായത് നമ്മൾ പാടിത്തുന്ന പോലെ തന്നെ. ഇതാണ് നമ്മുടെ പല്ലവി. അടുത്ത നമുക്ക് അനുപല്ലവി എന്താണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ, എന്നാൽ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം തോന്നുന്ന ഒരു സംഗീതവും കൂടിയാട്ടോ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. അടുത്തത് അനുപല്ലവിയുടേതാണ്. ചെല്ലക്കൂറിഞ്ഞി ചെല്ലക്കൂറിഞ്ഞി പൂത്തു പൂത്തു ഇല്ലിക്കാടും ഇല്ലിക്കാടും പൂ പൂവിട്ടു പൂ. കണ്ട, പൂവിട്ടു എന്ന് പാടാതെ അവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തേക്കണേ, ഒരു ഗമകം പോലെ. പൂവിട്ടു. അപ്പോൾ ചെല്ലക്കൂറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. അത് നമ്മൾ 2 പ്രാവശ്യം പാടുന്നു. അതിനുശേഷം ആയിരം വർണ്ണ എന്ന് ഒരുമിച്ച് പറയാതെ ആ വർണ്ണ വന്നിട്ട് ണ എടുക്കണതിന് മുന്നേ ചെറിയൊരു ഇത് വരുവാണേ. ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ എന്നാണ് സ്ലോയിൽ എടുക്കണ, പാടുമ്പോൾ വേളയിൽ. അപ്പോൾ ഒന്നും കൂടി അത് പാടിത്തരാം. ആയിരം 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 താഴേക്ക് വർണ്ണ വർണ്ണ ജാലം ആയിരം വർണ്ണജാലം ആടിപ്പാടും ആടിപ്പാടും താഴേക്ക് വേളയിൽ വേളയിൽ. അടുത്തതോ ആരു പാടും താരാട്ടിന്നീണം ആരു പാടും. സ്പീഡിലെടുക്കുമ്പോൾ ആരു പാടും അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു പാട്ടെടുക്കുമ്പോൾ ഇത്തിരി സ്ലോ ആക്കി തന്നെ പഠിക്കാം കേട്ടോ. ആരു പാടും താരാട്ടിന്നീണം ഈറ്റുപാടും. കേട്ടോ, അവിടെ 3 പ്രാവശ്യം ഉണ്ട്. ഈറ്റുപാടും സ്നേഹദേവ സ്നേഹദേവദൂതികേ വരൂ നീ വരൂ. ഇതാണ് സംഭവം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആരോ പാടും തുടങ്ങി എടുക്കാം കേട്ടോ. ആരോ പാടും, സോറി ആ വരി തെറ്റിപ്പോയി, എനിക്ക് ട്യൂൺ തെറ്റിപ്പോയി. ആരോ പാടും താരാട്ടിന്നീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ. മുകളിലേക്കാണെന്ന് ഞാൻ അതും പറയല്ലേ. സ്നേഹദേവദൂ പകുതിക്ക് ഒട്ടുങ്ങി എടുക്കുമ്പോൾ അവിടെ കിടക്കും ഞാൻ. ഓക്കെ, ഒന്നും കൂടി പാടുവാണേ. ആരോ പാടും താരാട്ടിന്നീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ നീ നീ വരൂ നീ വരൂ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ. ഇങ്ങനെ പറഞ്ഞു പോകണം. ഇതേ ഇത് തന്നെയാണ് നമ്മുടെ ഉണ്ണിക്കിനാവിൻ ഉള്ളിൽ ചുണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാടുന്നില്ലേ. അപ്പോൾ അതും ചരണവും ഇതേ എങ്ങനെയാണ് ചെല്ലക്കുറിഞ്ഞ് പിടിച്ചത് അതേപോലെ തന്നെ പഠിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ചരണവും കൂടി എടുക്കാതെ നമ്മുടെ വീഡിയോ അത്രയും ലെങ്ത്താവും. അതുകൊണ്ടാണ്. പിന്നെ ഇതേപോലെയുള്ള പാട്ടുകളായിട്ട് എന്തായാലും നമുക്ക് നാളെയും കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് വന്നിരുന്നു പാട്ടുകൾ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളും കൂടെ ഉണ്ടാവുമെന്നുള്ള ഇതിലാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടാനുള്ള ആ പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ കൂടെ ഉണ്ടാവണമെന്നും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.